ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്നാൽ ആവോളം അധ്വാനിക്കണമെന്നും ആത്മാക്കളെ നേടണമെന്നുമുള്ള അതിയായ ഹൃദയത്തിന്റെ ആഗ്രഹമാണല്ലോ ഇങ്ങനെയുള്ള ധാരാളം മീറ്റിങ്ങുകൾ ഈ പരിസര പ്രദേശങ്ങളിൽ നടത്തി കടന്നു വരുന്ന ദൈവമക്കളോടും സുവിശേഷ സ്നേഹികളായിട്ട് ആ പ്രദേശങ്ങളിലുള്ളവരോടും ദൈവവചനം അറിയിക്കുവാനുള്ള തന്റെ ഹൃദയത്തിലെ അതിയായ സുവിശേഷ ആഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തച്ചമ്പാറ ITC ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജു തോമസ് അവരുകളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രിയ OM വർഗീസ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾ ഞങ്ങളുടെ സെന്ററിനോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം അവസരമൊരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ സ്നേഹിച്ച് ഈ പാലക്കാട് ജില്ലയുടെ ഇവിടെ നടത്തിവരുന്ന മധ്യസ്ഥ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, ഇങ്ങനെയുള്ള മുറ്റത്ത് കൺവെൻഷനൊക്കെ ക്രമീകരിച്ച് ആ ടീമിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന പ്രിയ മത്തായി സാറ്, പ്രിയ ബിബിൻ ദാസ്, ഓഡിയൻസിലായിരിക്കുന്ന അനുഗ്രഹിതരാകുന്ന കർത്തദാസന്മാർ, ഈ യോഗത്തെ സ്നേഹിച്ച് കർത്താവിനെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹാവന്ദനത്തെ അറിയിക്കുകയാണ്. എനിക്കറിയാം ഇനിയും ഒരു ദീർഘമായ പ്രസംഗത്തിന് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒന്നും അനുവദിക്കത്തില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഒരു വിശദീകരണ പ്രസംഗത്തിന് വേണ്ടി ഞാൻ തുനിയുന്നില്ല. അതൊരു പക്ഷേ ഒരു അധിക പ്രസംഗമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വൈകുന്നേരം 6 മണിയായപ്പോഴാണ് കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, വരാൻ പറ്റുമോ, അല്പസമയം ദൈവത്തിന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. ആമേൻ. ഇന്ന് വരെ ഒരു വേദിയിലും അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു വരാൻ സംബന്ധിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ആമേൻ ഒരുങ്ങി തയ്യാറായി ഇവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എനിക്ക് മുൻപിലായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഒരു വേദിയിൽ 3 പേര് ആമേൻ പ്രസംഗിക്കുകയായിരുന്നു. ആദ്യത്തെ ആള് പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് നല്ല കയ്യടി കൊടുത്തിട്ട് പറഞ്ഞു അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അടിപൊളിയായിരുന്നു. രണ്ടാമത്തെ ആളുടെ പ്രസംഗം കഴിഞ്ഞ് ഇരുന്നപ്പോൾ ജനം പറഞ്ഞു ആ മനുഷ്യന്റെ ജ്ഞാനം എന്താണ്, ആ മനുഷ്യന്റെ അറിവെന്താണ്, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന, വാക്യങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ആ മനുഷ്യന്റെ ജ്ഞാനത്തെ ഓർത്ത് ആളുകൾ കൈയടിച്ചു. എന്നാൽ മൂന്നാമത്തെ ആള് പ്രസംഗവേദിയിൽ വന്ന് പ്രസംഗിച്ചിരുന്നപ്പോൾ ആളുകൾ സ്വർഗത്തിലേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു യേശു എത്ര വലിയ ദൈവമാണ്, യേശു എത്ര മഹാനാണ്, യേശു എത്ര വിശ്വസ്തനാണ്, യേശു വിടുവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് ആ ജന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ ഒഴിച്ചു നിർത്തി ഒന്നും നമുക്ക് പ്രസംഗിക്കുവാനില്ല, നമുക്ക് പറയുവാനില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ കർത്താവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള, ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള, ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുമെന്നുള്ള ഒരു തീരുമാനമെടുക്കുന്ന ഒരു മനുഷ്യനെയാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നഷ്ടങ്ങളെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. നഷ്ടങ്ങളെ കുറിച്ച് ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് കാട്ടിലെ നഷ്ടമാണ്. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. ആ 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടു പോയി. ബാക്കി 99-നെയും അവിടെ നിർത്തിയിട്ട് വിട്ടേച്ച് അവൻ നഷ്ടപ്പെട്ടു പോയ ആ ഒറ്റ ഒരു ആടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്
ആ ആട്ടിടയൻ അവൻ ചെന്ന് ആടിനെ കണ്ടെത്തും വരെ തേടിപ്പോയിട്ട് കണ്ടെത്തിയ നഷ്ടപ്പെട്ട ആടിനെ അവൻ ചുമലിലിട്ടുകൊണ്ട് മടക്കി കൊണ്ടുവന്ന് അവരെല്ലാവരും സന്തോഷിച്ചു എന്നാണ് ഒന്നാം ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് അവൻ ഒന്നാം ഭാഗം കാട്ടിലെ നഷ്ടമാണെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിന്റെ അവൻ പ്രമേയം എന്ന് പറയുന്നത് അത് വീട്ടിലുണ്ടായ ഒരു നഷ്ടമാണ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായെന്നിരിക്കട്ടെ, അവളുടെ 10 ദ്രഹ്മയിൽ നിന്ന് ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയാൽ അവൾ അടങ്ങിയിരിക്കുകയില്ല. വിളക്ക് കത്തിച്ച് അവൾ ചൂലെടുത്ത് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെയും അവൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. നഷ്ടപ്പെട്ട ദ്രഹ്മ തിരിച്ചു കിട്ടിയാൽ അവളുടെ ബന്ധുക്കളെയോ സാക്ഷ്യക്കാരെയും സ്നേഹിതന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി അവൾ സന്തോഷിക്കുമെന്നാണ് രണ്ടാം ഭാഗം പറയുന്നത്. ഇത് രണ്ടും നഷ്ടം തന്നെയാണ്. അവൻ നഷ്ടപ്പെട്ടൊന്ന് മടക്കി കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ശുശ്രൂഷകന്മാരെ പോലെ പഴക്കവും പരിചയവും തഴക്കവുമുള്ള ഒരു കൂട്ടം ദൈവമക്കളാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. അവൻ നമ്മുടെ ഒരു കാലത്ത് നഷ്ടപ്പെട്ടവരായിരുന്നു. ഒരു കാലത്ത് ഇസ്രായേൽ സന്തതിയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവൻ മനുഷ്യനാ പുറകിൽ യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് കൊണ്ടാണ്. പാപികളും ദോഷികളുമായിരുന്ന നമ്മുടെ യേശു കർത്താവ് വീണ്ടെടുക്കുവാനിടയായി തീർന്നു. തന്റെ മറുപടിയാകുന്ന രക്തമാണ് നമുക്ക് വേണ്ടി യേശു മുടക്കുവാനിടയായി തീർന്നത്. നമ്മുടെ ചിന്തയുടെ പ്രമേയം എന്ന് പറയുന്നത് മൂന്നാം ഭാഗമാണ്. ആ നഷ്ടം എന്ന് പറയുന്നത് നാട്ടിലുണ്ടായ നഷ്ടമാണ്. നാട്ടിലുണ്ടായ നഷ്ടമാണ്. എന്താണ് നാട്ടിലുണ്ടായ നഷ്ടം? ഒരു വീട്ടിലൊരു കുടുംബത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളിൽ ഇളയവൻ അവൻ അപ്പന്റെ അടുക്കൽ വന്ന് എനിക്ക് തരാനുള്ള പങ്ക് എനിക്ക് തന്നേക്ക്, ഞാൻ പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് തനിക്ക് വരാനുള്ള പങ്ക് ചോദിച്ച് അപ്പന്റെ കയ്യിൽ നിന്ന് തനിക്ക് അവകാശപ്പെട്ട പങ്കും വാങ്ങി ആ മനുഷ്യൻ ദൂരദേശത്തേക്ക് പോകുവാനിടയായി തീർന്നു. ഇങ്ങനെ പറയുന്നു, മുടിയപ്പുത്രനെന്നോ അവൻ വഴിതെറ്റിയ മനുഷ്യനെന്നോ അവൻ ഭവനം വിട്ടുപോയ അവൻ മനുഷ്യർക്ക് തലവേദനയായി തീർന്ന മനുഷ്യനെന്നൊക്കെ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഏത് വേണമെങ്കിലും സ്തോത്രം സൂചനയായിട്ടോ ചിന്തകൾക്ക് ഞാൻ വിടുകയാണ്. മുടിയനാകുന്ന പുത്രൻ ഈ വ്യക്തി എന്താ ചെയ്തെന്നറിയാമോ? അവൻ കൂട്ടുകാരുമൊത്ത് വീട് വിട്ട് അപ്പനെ വിട്ട് സ്വന്തം ഭവനം വിട്ട് സ്വന്തം സ്നേഹിതരെ വിട്ട് അവൻ ദൂരദേശത്തേക്ക് പോകുവാനിടയായി തീർന്നു. അവന്റെ പക്കലുള്ളത് എല്ലാം ചെലവഴിച്ച് കൂട്ടുകാരുമൊത്ത് ദൂർത്തടിച്ച് ലോകപ്രകാരം അവൻ ജീവിക്കുവാനിടയായി തീർന്നു. ദൈവമില്ലാതെ, ദൈവിക വിശ്വാസമില്ലാതെ, പ്രാർത്ഥന അനുഭവങ്ങളൊന്നുമില്ലാതെ പാപത്തിന്റെ പടുകുഴിയിലേക്ക് അവൻ വീണ ആ മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ട് ആ ചെറുപ്പക്കാരൻ അവൻ മാന്യതയുള്ളവനായി സമൂഹത്തിൽ ജീവിക്കേണ്ടവൻ, നല്ല ഭാവി ഉണ്ടാകേണ്ടവൻ ഇപ്പോൾ പാപത്തിന്റെ ചേറ്റിൽ അകപ്പെട്ടുകൊണ്ട് കൂട്ടുകാരുമൊത്ത് അവൻ ജീവിതം ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം ആളുകളെ നമുക്കറിയാം. മദ്യത്തിന് അടിമകളായിട്ടുള്ള ആളുകളുണ്ട്, ലഹരിജന്യ പദാർത്ഥങ്ങൾക്ക് അടിമകളായിട്ടുള്ള ആളുകളുണ്ട്, മയക്കുമരുന്നുകൾക്ക് അടിമകളായിട്ടുള്ള ആളുകളുണ്ട്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വർത്തമാന പത്രങ്ങളിൽ, TV മാധ്യമങ്ങളിൽ, ന്യൂസ് ചാനലുകളിലൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ മയക്കുമരുന്ന്, MDMA എന്നൊക്കെ പറയുന്ന ആ വലിയ മയക്കുമരുന്നിനോ ആ ലഹരിജന്യ പദാർത്ഥങ്ങൾക്കുമൊക്കെ ഇന്ന് യുവമിഥുനങ്ങൾ കോളേജുകൾ പഠിക്കുന്ന, സ്കൂളുകളിൽ പഠിക്കുന്ന, എന്തിനേറെ പറയുന്നു പ്രായമുള്ളവർ പോലും അതിനടിമകളായിട്ട് മാറുന്ന സുബോധം നഷ്ടപ്പെട്ട് കുടുംബത്തിന് തലവേദനയായി, സമൂഹത്തിന് തലവേദനയായി, അവൻ പാർക്കുന്ന സൊസൈറ്റിക്ക് തലവേദനയായി മാറിയിട്ടുള്ള ഒത്തിരി വാർത്തകൾ ഞാൻ നിങ്ങളും ഇതിനോടകം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ
നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് മദ്യവും മയക്കുമരുന്നും ലഹരിജന്യ പദാർത്ഥങ്ങളുമൊക്കെ മനുഷ്യനെ കാർന്നു നിന്ന് അവന്റെ സുബോധം നഷ്ടപ്പെടുത്തി അവൻ സമൂഹത്തിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. സുവിശേഷം മനുഷ്യരാക്കി മാറ്റുകയാണ്. സുവിശേഷം മനുഷ്യന് മാനസാന്തരം ഉളവാക്കുകയാണ്. മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അതാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇത് കടന്നു ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ വിടുവിക്കപ്പെടൂ, പാപികൾ മാനസാന്തരപ്പെടൂ. അവൻ പാപികളെ യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി തീരൂ. ഇതിന് നിങ്ങൾ മതം മാറേണ്ട, ഇതിന് നിങ്ങൾ പേര് മാറ്റേണ്ട. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുത്ത പാപിയാകുന്ന മനുഷ്യ നിന്നെ സ്നേഹിപ്പ് യേശുവിനെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ കരകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യ സഹോദരി, നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും തിരക്കുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി ഉച്ചസ്ഥലം ഞങ്ങൾക്ക് ഏത് മുക്കിലും മൂലയിലും നിന്ന് വിളിച്ചു പറയുവാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് കർത്താവാകുന്ന യേശുവാണ്. നോക്കൂ, ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയാമോ? മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ടവനായിട്ട് കൂട്ടുകാരുമൊത്ത് അവന്റെ ജീവിതം ചെലവഴിച്ചു. നല്ല ഒരു സമയം ദൈവം കൊടുത്തത് അവൻ ലോകത്തിനു വേണ്ടി ചെലവഴിച്ചു. ദൈവം നമുക്ക് തരുന്ന ആയുസ്, നമ്മുടെ കണ്ണ് എപ്പോഴാണ് മറ്റുള്ളവർ തിരുമി അടയ്ക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഡോക്ടർക്ക് പോലും വൈദ്യശാസ്ത്രം പോലും കൈമലർത്തി നിൽക്കുന്ന ഒരു പ്രത്യേക കാലത്തിലല്ലേ നമ്മളായിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ 2 വർഷം കാലം മനുഷ്യൻ ബാമൂടി അവന്റെ ഗേറ്റ് അടച്ച് വാതിലുകളിൽ നോക്കിയത് വാഹനങ്ങൾ പുറത്തിറക്കാൻ പറ്റാത്ത, വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാത്ത, ആകാശത്തിലൂടെ പറക്കുന്ന ഫ്ലൈറ്റുകൾ പോലും നിർത്തിയിട്ട്, ട്രെയിൻ മാർഗം നിർത്തിയിട്ട്, കാറ്റുകളും കടകമ്പോളങ്ങളും അടച്ചിട്ട് മനുഷ്യൻ 2 വർഷം മുൻപോട്ട് പോയ കാലം ഒരുപാട് പുറകിലല്ല. നാമൊക്കെ അത് കണ്ടവരാണ്, അതിന്റെ സാക്ഷികളാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്തിനാണ് പറയുന്നത്? ചിക്കൻ കുനിയോ, സ്തോത്രം, ഡെങ്കിപ്പനിയോ, പന്നിപ്പനിയോ, തക്കാളിപ്പനിയോ, നിപ്പയോ, ഇങ്ങനെയുള്ള കൊറോണയും വൈറസും ഒക്കെ ധാരാളം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. മത്തായി എഴുത്തുകാരൻ പറയുകയാണ്, നിന്റെ വരവിലും ലോകത്തിന്റെ അവസാനത്തിനോ അടയാളം എന്ത് എന്ന് ചോദിക്കുമ്പോൾ തന്നോട് ചോദിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവാകുന്ന യേശു പറഞ്ഞു, ജാതിയോട് എതിർക്കോ, ഭൂകമ്പങ്ങൾ ഉണ്ടാകോ, മഹാവ്യാധികൾ കൊണ്ട് ആളുകൾ നെട്ടോട്ടമോടുന്ന ഒരു കാലം വരാൻ പോകുകയാണ്. അത് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവകൃപ പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അവർ എന്റെ ഈ കാലത്തിൽ കർത്താവിന്റെ വരവുണ്ടാകട്ടെ, അതെന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനുള്ള എനിക്ക് അതിനുള്ള അവസരം ദൈവം നൽകി തരണമേ. വിശ്വാസം മങ്ങിയ, ആത്മീകമായി ക്ഷീണിച്ചിരിക്കുന്ന, ആത്മീകമായി പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ആത്മാവിൽ ഉണരേണ്ട കാലമാണിതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ചെറുപ്പക്കാരന് ലഭിച്ച സമയം അവൻ നഷ്ടപ്പെടുത്തുവാനിടയായി തീർന്നു. നോക്കിക്കേ, അവന്റെ കയ്യിലുള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. കൂട്ടുകാരുമൊത്ത് ചെലവഴിച്ചു. അവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള നിവൃത്തിയില്ലാത്തവനായിട്ട് അവനൊരു പ്രാകൃത മനുഷ്യനെ പോലെ, ഒരു ഭിക്ഷക്കാരനെ പോലെ അവനായി തീരുവാനിടയായി തീർന്നു. നോക്കിക്കേ, അവൻ പല സ്ഥലത്തും പോയിട്ട് ഒരു ജോലി കിട്ടിയാൽ ആ ജോലി ചെയ്തിട്ട് അവന്റെ ഒരു ജാൻ വലിപ്പമുള്ള വയറിന്റെ വിഷപ്പെടുക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു. അവിടെ ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്, അവന് അതിനുള്ള അവസരം കിട്ടി.
കിട്ടിയില്ല. ഒടുവിൽ കിട്ടിയ ജോലി എന്ന് പറയുന്നത് പന്നിയെ കിട്ടിയാൽ അതിനെ മേയിക്കുക, അതിന് കൊടുക്കുന്ന ആഹാരം കൊണ്ട് എന്റെ വയറിന്റെ വിശപ്പെടുക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവൻ അങ്ങനെ ഒരു ജോലി ഒടുവിൽ കിട്ടി. അവൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കുക, ആ മനുഷ്യന് സുബോധം വന്നു. എന്നിട്ട് അവൻ പറയുന്നൊരു വാക്യമാണ് ചെന്ന് അവനോടപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നോക്കിക്കേ, അവൻ എഴുന്നേറ്റു. അവൻ കിടക്കുന്ന കിടപ്പിൽ നിന്ന്, അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ എഴുന്നേൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി. ഇന്ന് രാത്രിയിൽ തിരുവചനം കേൾക്കുന്ന ദൈവങ്ങളെ നാം ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്, ഒത്തിരി പ്രസംഗിക്കുന്നവരാണ്. ഒത്തിരി കേട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയമൊക്കെ ഒരുപക്ഷെ മരവിച്ചിരിക്കുകയായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയാ, അവൻ മത്സരിക്കുകയല്ല, കേൾക്കുന്ന വചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഒരു പുതിയ തീരുമാനമെടുത്തുകൊണ്ട് ദൈവവചനത്തെ ശക്തിപ്പെടുത്തുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് പോയാൽ ഈ യോഗം വിജയകരമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ യോഗത്തിന്റെ ഏറ്റവും വലിയ കാതലായ വശമെന്ന് പറയുന്ന ഒരു പാപി യേശുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. പാപിയായ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടുന്നതാണ് അവൻ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. സ്വന്തം അവൻ നോക്കിക്കേ, ഇവൻ ഒരു തീരുമാനമെടുത്ത് ഈ മനുഷ്യൻ ആ സ്ഥലത്ത് നിന്ന് അപ്പന്റെ വീടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ യാത്ര തിരിക്കുകയാണ്. അവനൊരു മടങ്ങി വരവിന് തയ്യാറായി. അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനത് ടേൺ ചെയ്യുകയാണ്. അവന്റെ റൂട്ടിനെ അവൻ മാറ്റുകയാണ്. അവൻ എടുക്കുന്ന രണ്ട് തീരുമാനം എന്താണ്? ഞാൻ സ്വർഗത്തോടും അപ്പ നിന്നോടും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പാപം ചെയ്തിരിക്കുന്നു. ഇത് പറയാൻ ആര് സമ്മതിക്കുന്നു? നിങ്ങൾ വിജയിച്ചു. നമ്മുടെ കുറവെന്ന് പറയുന്നത് നമ്മുടെ കുറവ് നമ്മൾ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഉരുണ്ടും തിരിഞ്ഞും മറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യം, ഞാൻ പിടിച്ച മുയലിന് അവൻ 3 കൊമ്പാണെന്ന് പറഞ്ഞ് അവൻ ഇരിക്കുന്നവരാണോ നിങ്ങളെന്ന് ചോദിച്ചാൽ ആ ചോദ്യം എന്നോടും കൂടിയുള്ളതാ. ഒരു വരമ്പിൽ കൂടെ ഭാര്യയും ഭർത്താവും നടന്നു പോവുകയാണ്. ചേറുള്ള പാടമാണ്. അതിൽ കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്ന നെൽകൃഷി അവിടെ കാണാം. ഭാര്യയും ഭർത്താവും പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, എടി ഇത് അരിവാള് കൊണ്ടാണ് നീ എന്നത് കൊയ്യുന്നത്. ഭാര്യ പറഞ്ഞു, അല്ല, ഇത് കത്രി കൊണ്ടാണ് കൊയ്യുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തില്ല. ആ വീതിയില്ലാത്ത വരമ്പിൽ കൂടെ നടന്നു നീങ്ങി ഇവരുടെ മത്സര നിമിത്തം രണ്ടുപേരും ചേറിലേക്ക് വീണു. ആ ചേറ്റിലേക്ക് രണ്ടുപേരും താന്നു പോകുമ്പോൾ ഭാര്യ ഇങ്ങനെ കൈ കാണിച്ച് പറയുകയാണ്, അരിവാളല്ല കത്രികയാണെന്ന്. എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്നുള്ളതാണ്. ആര് ദൈവമുണ്ടാകെ തുറന്ന് സമ്മതിക്കുവാൻ മനസ്സ് വെക്കുമോ അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. യാക്കോബിനോട് ദൂതൻ ചോദിച്ചൊറ്റ ചോദ്യമേ ഉള്ളൂ, നിന്റെ പേരുണ്ടാകുന്നു. രാത്രി മുഴുവനോ ദൂതനുമായിട്ട് മല്ല് പിടിച്ച് തനിക്കുള്ളതൊക്കെ യാബോക്ക് കടവിന്റെ അക്കരെ കയറ്റി വിട്ടിട്ട് വേഗനായിട്ട് അവൻ ഇക്കരെ നിൽക്കുകയാണ്. അവൻ പറയുകയാണ്, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നോക്കൂ, അങ്ങോട്ട് പോയത് എങ്ങനെയാണ്? ഒരു വടിയുമായിട്ട് എവിടെ ചെല്ലുമെന്നോ, എവിടെ അന്തി ഉറങ്ങുമെന്നോ, എന്ത് ചെയ്യും, എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചിന്തിച്ച ഈ മനുഷ്യൻ ഇപ്പൊ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? വലിയൊരു പരിവാരത്തോടു കൂടിയാ വരുന്നത്. ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്, മക്കളുണ്ട്, സ്തോത്രം, ഭാര്യമാർ ഒന്നിലധികമുണ്ട്. വലിയൊരു കൂട്ടവും ആടുമാടുകളും ഒക്കെ ആയിട്ട് ബഹുസമ്പന്നരായിട്ടാണ് ഈ മനുഷ്യൻ മടങ്ങി വരുന്നത്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അങ്ങോട്ട് പോയപ്പോൾ ഒന്നുമില്ലാത്തവനായിട്ടാണ് പോയതെങ്കിലും അവൻ മടങ്ങി വരുമ്പോൾ അവൻ ബഹുസമ്പന്നനായിട്ടാണ് മടങ്ങി വരുന്നത്. പക്ഷെ എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. യാക്കോബേ, നിനക്ക് ഇനി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കണമെങ്കിൽ നിന്റെ ആടുപാടുകളെ കൊണ്ട്, നിന്റെ പോക്കറ്റിലുള്ള പണം കൊണ്ട്, നിന്റെ ദാസിദാസന്മാരെ കൊണ്ട്, നിനക്കുള്ള സമ്പാദ്യം കൊണ്ട് നടക്കുകയില്ല. ഇവിടെ നിന്ന് നിനക്കൊരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കണമെങ്കിൽ എന്റെ കൃപ നിനക്ക് വേണം. ഇന്ന് രാത്രിയിൽ
അവൻ അതിന്റെ ആത്മീയ ആഴം മനസ്സിലാക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ പണത്തിന് വിടുവിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. വൈദ്യശാസ്ത്രം കൈമലർത്തി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്കുള്ളതൊന്നും ചിലപ്പോൾ ഉപകരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നിന്റെ ഐശ്വര്യന്റെ ഉള്ളിൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രിയെ പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെ ഉച്ചസ്ഥലങ്ങൾ വിളിച്ചു പറയുകയാണ്. പ്രിയ ദൈവദാസ, പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളുമായിട്ടായിരിക്കാം ഈ യോഗത്തിന് നീ വന്നത്. അവനെന്നാൽ ഇന്ന് രാത്രിക്കാരെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ നിന്നേക്ക് വിളിച്ചു പറയുന്നു. അവൻ നിന്റെ കടുവൽ കൊണ്ട് അസ്തമിച്ചിടത്താണ് ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. എവിടെ നാം അവസാനിപ്പിച്ചോ അവിടെയാണ് ദൈവം ചിലത് ആരംഭിക്കുന്നത്. ആമെ സ്തോത്രം. സൂര്യനെയോ ചന്ദ്രനെയോ ആമെ കരയൊന്നും കാണാൻ കഴിയാതെ ദിനരാത്രങ്ങൾ കടന്നുപോയിരിക്കുക. പക്ഷെ ആ കപ്പലിലുള്ള പൗലോസിനും പറയാം, എന്നോട് ഇന്നലെ രാത്രിയിലും വന്ന് സംസാരിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം എന്ന അക്കരെ എത്തിക്കുവോ അവൻ വിശ്വസ്തനാണ്. എന്തെല്ലാം പ്രതിബന്ധങ്ങളും നിന്റെ ശരീരം എങ്ങനെ രോഗമായി ക്ഷയിച്ചാലും നിനക്ക് സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ കടന്നു പോയാലും നിന്റെ തലമുറയുടെ വിഷയമോർത്ത് നീ ഭാരപ്പെടുകയാണെങ്കിൽ, നിന്റെ സഭയുടെ അവസ്ഥയോർത്ത് നീ ഭാരപ്പെടുന്നവരായിരിക്കും, നിന്റെ ശുശ്രൂഷയോർത്ത് പ്രയാസപ്പെടുന്നവരായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ പറയാ, നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന് വഴി തുറക്കുവാൻ എത്ര രാത്രി മതി, കേവലം സെക്കൻഡുകൾ മതി, കേവലം മിനിറ്റുകൾ മതി, ഒരു രാത്രി മതി. ദൈവത്തിന് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക. ഇന്ന് രാത്രി കാലം വിശ്വസിക്കുന്ന ദൈവമൊക്കെ ആ കരങ്ങളടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇന്ന് രാത്രി കാലത്തിന് വേഗം സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി കാഴ്ചയുടെ വിടുതൽ ദൈവമാകട്ടെ. ചിലർ ഭാരപ്പെട്ട് വന്നിരിക്കുന്ന വിഷയത്തിന്റെ ദൈവത്തിന് ആത്മാവിന്റെ രാത്രി ഇടപെടട്ടെ. ഹല്ലേലൂയ. ദൂതൻ ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിന്റെ പേരാണ് എനിക്കറിയേണ്ടത്. കഴിഞ്ഞ 20 വർഷമായിട്ട് മണ്ണിട്ട് മൂടി അവൻ മറന്നുപോയ സംഗതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൊക്കിക്കൊണ്ടുവരികയാണ്. നിനക്ക് ആടുമാടുകൾ ഉണ്ടായിരിക്കാം, നിന്റെ പോക്കറ്റ് നിറച്ച് പണം ഉണ്ടായിരിക്കാം, ദാസിദാസന്മാരുണ്ടായിരിക്കാം, കേവലം മാന്യനായി നീ തീർന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ യേശാവിന്റെ വാളിന്റെ മുനയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്റെ ഇടപെടൽ നിനക്കുണ്ടായെങ്കിലേ സാധ്യമാകൂ. ഹല്ലേലൂയ. യാക്കോബ് പറയുകയാണ്, എന്റെ പേര് യാക്കോബ് എന്നാകുന്നു. സ്തോത്രം. അവൻ നോക്കിയേ, ദൂതന്റെ മുൻപിൽ യാക്കോബ് എപ്പോഴാണ് സമ്മതിക്കുവാൻ തയ്യാറായത്? 20 വർഷം മുൻപ് അപ്പന്റെ മുൻപിലോ പേര് മാറ്റി പറഞ്ഞവരെ കൊണ്ട് പരിശുദ്ധാത്മാവ് സത്യം തുറന്നു പറയിപ്പിച്ച് അവന് മുൻപോട്ട് പോകാനുള്ള ബലം കൊടുക്കുകയാണ്. നാം അനുഗ്രഹിക്കപ്പെടുന്നില്ല എങ്കിൽ, ആത്മീകമായി ജീവൻ നാം പ്രാപിക്കുന്നില്ല എങ്കിൽ, അതൊരു പാസ്റ്റർ കുറവല്ല, അതൊരു ശുശ്രൂഷകന്റെ കുറവല്ല, നീ പോകുന്ന ചർച്ചിന്റെ കുറവല്ല, മറ്റാരുടെയും കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണെന്ന് ഇന്ന് രാത്രി സമ്മതിക്കുന്ന എത്ര പേര് ഈ മീറ്റിംഗിന്റെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് സമ്മതിക്കുവാനിടയായിട്ട് നമുക്ക് മടങ്ങി വരാം. ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ എഴുന്നേറ്റൊരു തീരുമാനത്തോടുകൂടെ സ്വന്തം വീടിനെ ലക്ഷ്യമാക്കി അവൻ നടക്കാനിടയായി തീർന്നു. നോക്കൂ, ആ മനുഷ്യൻ ദൂരവേ നടന്നു വരികയാണ്. അവന്റെ വീടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ മടങ്ങി വരികയാണ്. വീടിന്റെ ഉമ്മറപ്പടിയിൽ വാതിക്കൽ ഒരു അപ്പൻ ഇരിപ്പുണ്ട്. അപ്പന്റെ കണ്ണിന്റെ കാഴ്ച കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പന്റെ മുടിയുടെ നിറം മാറിയിട്ടുണ്ട്. അപ്പന്റെ നട്ടലിന് ബലക്കുറവുണ്ട്. അപ്പന്റെ തൊക്കുകൾ ചുലകിയിട്ടുണ്ട്. കാഴ്ച മങ്ങിയ അപ്പൻ അവൻ വാതിൽക്കൽ നിന്ന് നോക്കുകയാണ്. ഏതോ ഒരു പ്രാകൃത മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. നോക്കൂ, ആ ചെറുപ്പക്കാരൻ വരുന്നത് നോക്കുമ്പോൾ അടുത്തു വരുന്നോരും അപ്പന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ എന്തൊക്കെയോ അപ്പന് പറയുവാനുണ്ട്. അപ്പന്റെ കണ്ണുകളിൽ കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പൻ നോക്കിയപ്പോൾ അടുത്തു വന്ന മകനെ അപ്പൻ തിരിച്ചറിഞ്ഞു. ഈ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞു വരുന്നതെന്നറിയാമോ?
അപ്പൊ ഞാൻ നിന്നോടും സ്വർഗത്തോടും എന്തിരിക്കുന്നു, പാപം ചെയ്തിരിക്കുന്നു. ഇനിയും നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ആരല്ല, യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്ത് ചെയ്താൽ മതി, എന്നെ ആക്കിയാൽ മതി. സ്വോത്രം. അവന് മനസ്സിലായി അപ്പന്റെ മകൻ എന്ന ആ പദത്തിന് ഇനിയും ഞാൻ ആരല്ല, യോഗ്യനല്ല. എനിക്ക് അതിനുള്ള യാതൊരു യോഗ്യതയുമില്ല. ഞാൻ ആ സ്ഥാനത്തിന് അയോഗ്യനാണെന്നുള്ള തീരുമാനത്തോടെ വരികയാണ്. താടിവീഴ്ചകൾ വളർന്നിട്ടുണ്ട്, അവന്റെ മുടി വളർന്ന് നീണ്ടിട്ടുണ്ട്, അവന്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞിട്ടുണ്ട്, അവന്റെ വസ്ത്രം കീറിയിട്ടുണ്ട്. കണ്ടാല മകനല്ല എന്ന് തോന്നുമാണ്. അപ്പന്റെ മുന്നിലേക്ക് എത്തിയ ആ മകനെ അപ്പൻ എന്താ ചെയ്തെന്നറിയാമോ? ഇറക്കി ഓടിച്ചു വിടുകയല്ല, നോക്കിയിരിക്കുന്ന അപ്പൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി ആ മകനെ രണ്ട് കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുവാനിടയായി തീർന്നു. ഇതാണ് ഒരു ഭാവിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അവനെപ്പോൾ മടങ്ങി വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ വാതിൽക്കലിരിക്കുന്ന ഒരപ്പനാണ് നമ്മുടെ ദൈവം. സ്വതന്ത്രം. അവൻ പറയുകയാണ്, അപ്പ നിന്നോടും സ്വർഗത്തോട് ഞാൻ എന്ത് ചെയ്തു? ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒന്നാമത്തെ മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ആഴമായ പാപബോധമാണ്. ആഴമായ പാപബോധമാണ്. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് വലിയൊരു പാസ്റ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇലക്ട്രിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്ത ആളും കൂടിയാണ്. അങ്ങനെ സുവിശേഷ വേലയ്ക്കുള്ള വിളിയൊക്കെ ഉണ്ടായി. ഞങ്ങൾ ദൈവവചനമൊക്കെ പഠിച്ചു. ഒരു ദിവസം തന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. ചില ദിവസങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ്. 7ാമത്തെ ദിവസം പ്രാർത്ഥന നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു മിക്സി വന്നിങ്ങനെ നിൽക്കുക. അപ്പൊ മിക്സിയും ഫാനും ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നന്നാക്കുന്ന ഷോപ്പിൽ ഞങ്ങൾ വർക്ക് ചെയ്ത്, അപ്പം അതിന്റെ ഉടമസ്ഥൻ ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരെ ഏൽപ്പിച്ച് അദ്ദേഹം വേറെ വഴിക്ക് പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വന്ന ആൾക്കാർ സർവീസിന് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് പൈസ ആൾക്ക് കൊടുത്താൽ മതി മുതലാളിക്ക്. അങ്ങനെ ഒരു മിക്സിയുടെ പൈസ ഇദ്ദേഹം എന്ത് ചെയ്തു? അടിച്ചെടുത്തതാ. വർഷങ്ങൾ കഴിഞ്ഞു, കടയും പൂട്ടി, എല്ലാം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മിക്സി മുന്നിൽ വന്ന് കറങ്ങി നിൽക്കുക. അന്നത്തെ ഉച്ചക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷാജി നമുക്ക് പാതിരിപ്പാടത്ത് പോകാം, അവിടാണ് നമ്മുടെ ശ്രീധരേട്ടന്റെ വീട്. നമുക്ക് ചോദിച്ചു പറഞ്ഞു എന്ന് ശ്രീധരേട്ടന് മിക്സിയുടെ പൈസ കൊടുക്കണം. ഞങ്ങൾ അന്വേഷിച്ച് ബൈക്കിനടുത്ത് പോയി. ശ്രീധരേട്ടനെ ചോദിച്ചു, എന്താ? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും. ഒരാള് ഞാനാണ്. എനിക്ക് മിക്സി കച്ചവടം ചെയ്തൊന്നും അറിയത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി വന്നതെന്ന് ചോദിച്ചു. അല്ല, ആശാനെ ഒന്ന് കാണാൻ വേണ്ടി വന്നയാന്ന് പറഞ്ഞു. അല്ല, എന്നാലും ഒന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ വർത്താനം ഒന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ ഞങ്ങൾ പാസ്റ്റർമാരാകാൻ പഠിക്കുക എന്ന് പറഞ്ഞു. എന്താകാനാ? പാസ്റ്റർമാരാകാൻ പഠിക്കുക. അപ്പൊ ഞങ്ങൾ ഉപവസിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആശാനെ ഒരു മിക്സി വന്നിങ്ങനെ കറങ്ങി നിൽക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല. ആ മിക്സിയുടെ പൈസ ആശാൻ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ആ പൈസയുമായിട്ടാണ് ഞങ്ങൾ. അപ്പൊ പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ വാങ്ങത്തില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങൾ പറഞ്ഞു, അത് പറ്റത്തില്ല, ഇത് വാങ്ങിയേ പറ്റുള്ളൂ. ഇത് ഞങ്ങൾക്കുള്ള അനുഗ്രഹത്തിന്റെ തടസ്സമാണ്. അത് ദൈവം ഞങ്ങളെ കാണിച്ചുകൊണ്ട് ആശാനെ എന്ത് ചെയ്തു? ആ പൈസ പിടിപ്പിച്ചിട്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. സ്വോത്രം. പറഞ്ഞതിന്റെ കാരണം ഇന്ന് 1 അല്ല 9 വിറ്റാലും ഒരു പശ്ചാത്താപവും ഇല്ലാത്ത ആളുകളാണ്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. സ്വോത്രം. അപ്പം ആഴമായ ഒരു പശ്ചാത്താപവും മാനസാന്തരവുമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവൻ വന്ന് പറയുകയാണ്, അപ്പൊ ഞാൻ നിന്നോട് സ്വർഗത്തോടുമാണ് നീതിരിക്കുന്നത്. അവന് ലക്ഷ്യമുണ്ടായിരുന്നു. നമ്മൾ ഈ ആണ്ടർതി യോഗത്തിനൊക്കെയാ ഞാൻ ആണ്ടർതി യോഗത്തിനൊക്കെ പലരും എഴുന്നേറ്റ് എന്നോട് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടെന്നറിയാം എന്നിട്ട് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. സ്വോത്രം. ഞാൻ ഇവിടെ നിർത്തിക്കുക, സമയം മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വോത്രം ഉണ്ടെങ്കിലല്ല, ഉണ്ടെന്ന് പറയാൻ തയ്യാറാകണം. ഉണ്ടെന്ന് പറയാൻ തയ്യാറാകണം. സ്വോത്രം. നോക്കിയേ, ഇവന് മകനാണോ കൂലിക്കാരിൽ ഒരുവനായിട്ടാണോ എണ്ണേണ്ടതെന്ന് ആരാ തീരുമാനിക്കുന്നത്? അവനല്ല തീരുമാനിക്കുന്നത്, അപ്പനാ തീരുമാനിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? ഇവൻ പറയുകയാണ്, നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ ചെയ്താൽ മതി.
ഇനി മകനായിട്ടൊന്നും കാണണ്ട. പക്ഷെ അപ്പനാണ് തീരുമാനിക്കുന്നത് നീ അവൻ മകനാണോ കൂലിക്കാരിൽ ഒരുത്തനാണോ എന്നുള്ളത്. അവൻ അപ്പനെ സംബന്ധിച്ച് നീ ചെയ്ത പാപങ്ങൾ